ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ 27ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നിങ്ങൾ വീടിരിക്കുന്ന സ്ഥലത്തെയും സർവശക്തനായ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് സ്വർഗരാജ്യത്തിന് നിങ്ങളെ ഓരോരുത്തരെയും അർഹരാക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളെല്ലാം അച്ഛൻ്റെ കൂട്ടായ്മ ശക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു മാസത്തെ പരിശുദ്ധ ബലിയിലെല്ലാം നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച്, നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച്, നിങ്ങളുടെ വീടിനെ സമർപ്പിച്ചാണ് അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും തീഷ്ണതയോടെ പ്രാർത്ഥിച്ചോണം. കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസമായാലും നിങ്ങൾ തീഷ്ണതയോടെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. നമ്മുടെ കെട്ട് പൊട്ടും, നമ്മുടെ പ്രശ്നം മാറ്റും. അതുകൊണ്ട് ആരും മാറി നിൽക്കേണ്ട, ആരും വിഷമിക്കേണ്ട. ദൈവത്തെ ആശ്രയിച്ച് നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചോ, ദൈവം ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ കണ്ടുമുട്ടിയ ചില വ്യക്തികളോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: നമ്മൾ മരിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമോ? അല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ നമ്മൾ എങ്ങോട്ടാ പോണേ? ചുമ്മാ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അനേകർ പങ്കുവെച്ച ഒരു ചിന്തയാണ്, മരിച്ചാൽ അച്ഛാ ഞങ്ങൾ നേരെ സ്വർഗത്തിൽ പോകും. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം? അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ്: ഞങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. 2, ഞങ്ങൾ കുമ്പസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. 3, ഞങ്ങൾ അനുദപിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് മരിച്ചാൽ സ്വർഗം കിട്ടും അപ്പം തന്നെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൽ ജനത്തിന് വേണമെന്ന് എനിക്ക് തോന്നുകയാണ്. മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവർ, എന്താണ് ഇതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്? നമ്മൾ തിരിച്ചറിഞ്ഞോണം, ഓരോ പാപത്തിനും ശിക്ഷയുണ്ട് കേട്ടോ. ഓരോ പാപത്തിനും ഉണ്ട്. അത് ദൈവം അടിച്ചേൽപ്പിക്കുന്നതല്ല, മറിച്ച് പാപത്തിൻ്റെ സംഭാവനയാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് 1854 ഈ ഖണ്ഡിക പരിശോധിച്ച് നോക്കുമ്പോൾ പാപത്തെ 2ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. 1 മാരക പാപവും, 2 ലഘുപാപവും. ഈ 2 പാപത്തിനും അതിൻ്റേതായിട്ടുള്ള പരിണത ഫലമുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മാരക പാപം ചെയ്യുമ്പോൾ 2 കാര്യം സംഭവിക്കുന്നു. 1, മനുഷ്യ ഹൃദയത്തിലെ സ്നേഹം മുഴുവനും നശിച്ചു പോകുന്നു. പിന്നെ സ്നേഹമില്ല ഉള്ളിൽ. 2, ദൈവത്തിൽ നിന്നും ആ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് അകന്നു പോകുന്നു. ഇനി എന്താ ചെയ്യണ്ടേ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1861 പഠിപ്പിക്കുന്ന ഒരു കാര്യപ്രകാരമാണ്, ആ വ്യക്തി അനുദപിച്ച് കുമ്പസാരിച്ച് പരിഹാരം ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവവുമായിട്ട് ഐക്യത്തിലേക്ക് വരിക. 2, ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹം, ഹൃദയത്തിൽ സ്നേഹം നിറയാനായിട്ട് തുടങ്ങുക. ഇനി ലഘുപാപത്തിൽ എന്താണ് സംഭവിക്കുക? അവിടെ വ്യക്തമായിട്ട് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. 1855 അവിടെ 4 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ലഘുപാപം ചെയ്യുമ്പോൾ അത് സ്നേഹത്തെ ദ്രോഹിക്കുന്നു, മുറിപ്പെടുത്തുന്നു. 2 നടക്കുന്ന കാര്യം, സുഹൃതത്തിലും നന്മയിലും വളരാനായിട്ട് അത് തടസ്സമുണ്ടാക്കുന്നു. 3 കാര്യം, സ്നേഹത്തെ അത് ദുർബലപ്പെടുത്തുന്നു. 4 കാര്യം, സൃഷ്ടവസ്തുക്കളോടുള്ള ക്രമരഹിതമായിട്ടുള്ള ആസക്തി ഉണ്ടാക്കുന്നു. ഇതാണ് 4 കാര്യങ്ങൾ. എന്ത് ചെയ്താലാ? ലഘുപാപം ചെയ്യുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി എന്താ ചെയ്യണ്ടേ? ആ വ്യക്തി ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് പരിഹാരം ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെ ആ മേഖലയിൽ നിന്നും ആ വ്യക്തിക്ക് പരിപൂർണമായിട്ട് വിടുതൽ കിട്ടുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എന്നാൽ ഇനി അച്ഛൻ പറയാൻ പോകുന്ന കാര്യം ഇച്ചിരി ശ്രദ്ധിക്കണം. അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 2 കാര്യം. 1, പാപത്തിൻ്റെ കുറ്റമുണ്ടാകും. 2, പാപത്തിൻ്റെ കറ അല്ലെങ്കിൽ കടം ആത്മാവിൽ വരും. ഏത് പാപം ചെയ്തു? നുണ പറഞ്ഞു, നുണയുടെ കുറ്റം എൻ്റെ ജീവിതത്തിൽ, നുണയുടെ കറ എൻ്റെ ആത്മാവിൽ. വ്യഭിചാരം ചെയ്തു, വ്യഭിചാരത്തിൻ്റെ കുറ്റം എൻ്റെ ജീവിതത്തിൽ, വ്യഭിചാരത്തിൻ്റെ കറ, കടം എൻ്റെ ആത്മാവിൽ.
പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ പാപത്തിൻ്റെ കുറ്റം മാറ്റാൻ പറ്റുക? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാപത്തിൻ്റെ കുറ്റം മാറണമെങ്കിൽ ഒരു വ്യക്തി അനുതപിച്ച് കുമ്പസാരിച്ച് പരിഹാരം പ്രാശ്ചിത്തം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ വ്യക്തിയുടെ പാപത്തിൻ്റെ കുറ്റം മാറും. എന്ന് വെച്ചാൽ നിത്യശിക്ഷയിൽ നിന്നും വിടുതൽ കിട്ടും, നിത്യനരകത്തിൽ നിന്നും വിടുതൽ കിട്ടും. പാപക്കുറ്റം, നിത്യശിക്ഷ, നിത്യനരകം, ഇതിൽ നിന്നും വിടുതൽ കിട്ടുന്ന കാര്യമാണ് ഒരു വ്യക്തി കുമ്പസാരിക്കുന്നതിലൂടെ. ഇനി ഒരെണ്ണം അവശേഷിക്കുക. ഏതാ? പാപത്തിൻ്റെ കറ അല്ലെങ്കിൽ കടം. ഇതെങ്ങനെയാ മാറ്റിയെടുക്കാൻ പറ്റുക? അതിന് ചെയ്യേണ്ടത്, പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് പരിഹാരവും പ്രാശ്ചിത്തവും പുണ്യപ്രവൃത്തിയും ചെയ്ത് കാഴ്ചവെക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്ത് കിട്ടുന്നു? ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ കറ കടം മാറുന്നു. താൽക്കാലിക ശിക്ഷ, കാലിക ശിക്ഷയിൽ നിന്നും വിടുതൽ കിട്ടുന്നു. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ ഒരു എളുപ്പമാർഗ്ഗം അച്ഛൻ പറഞ്ഞു തരാം. ഒരു വ്യക്തിക്ക് ക്യാൻസർ രോഗം 4th സ്റ്റേജിലാണ്. ഒരു അപ്പച്ചന് 4th സ്റ്റേജിലാണ്, ഹോസ്പിറ്റലിൽ ആക്കിയേക്കുക. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആൾ മെലിഞ്ഞ് ഒരു 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 വടി പോലെയായി. അത്രമാത്രം മെലിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ വക്കിൽ കിടക്കുക. ഡോക്ടർമാർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരെയും കണ്ട് സമാധാനത്തോടെ മരിക്കുന്നതല്ലേ. അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ കിടക്കുന്ന ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു, എനിക്കൊരു ധ്യാനം കൂടാൻ ആഗ്രഹമുണ്ട്. കുഞ്ഞെ, എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം, എനിക്കൊരു ധ്യാനം കൂടണം. അവരൊരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ കൊണ്ടുപോയി. ധ്യാനത്തിൻ്റെ 4ാം ദിവസം അപ്പച്ചനെ ഈശോ തൊട്ടു, ഈശോ അനുഗ്രഹിച്ചു, ഈശോ സൗഖ്യപ്പെടുത്തി. അപ്പച്ചന് സൗഖ്യം കിട്ടി ക്യാൻസർ രോഗത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പച്ചൻ സൗഖ്യം പ്രാപിച്ചെങ്കിലും അപ്പച്ചൻ്റെ ശാരീരിക അവസ്ഥ എങ്ങനെയാ? ക്ഷീണിച്ച് എല്ലും തോലുമായിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പച്ചൻ എന്ത് ചെയ്യണം? അനേക മാസങ്ങൾ, അനേക വർഷങ്ങൾ നല്ല പോഷകാംശമുള്ള ആഹാരം കഴിച്ച് ആ വ്യക്തിയുടെ ആരോഗ്യം വീണ്ടെടുക്കണം. ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആത്മാവ് രോഗാതുരമാകുന്നു, ആത്മാവ് ക്ഷയിക്കുന്നു, ആത്മാവ് വികൃതമാകുന്നു. എന്ത് ചെയ്യണം? ആ വ്യക്തി പോയി കുമ്പസാരിക്കണം. കുമ്പസാരത്തിൽ എന്ത് കിട്ടുന്നു? പാപക്ഷമ കിട്ടുമെങ്കിലും ആത്മാവ് ആദിത്യ അവസ്ഥയിലായിട്ടില്ല. എന്ത് ചെയ്യണം? ആ വ്യക്തി അതിനുശേഷം ആ വ്യക്തി പരിഹാരം എന്ന് വെച്ചാൽ പ്രാശ്ചിത്തം, ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് കാഴ്ചവെച്ച് വേണം ആ വ്യക്തിയുടെ എന്ത് മാറ്റാൻ? പാപത്തിൻ്റെ കറ കടം മാറ്റിയെടുക്കാൻ. ഇത് മാറ്റുന്നില്ലെങ്കിൽ 2 കാര്യമുണ്ട്, പ്രശ്നമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് മാറിക്കിട്ടാനാണ് മരിച്ച ശേഷം നമ്മൾ അനേക വർഷക്കാല ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരുന്നത്. 2, ഇത് മാറ്റിയെടുക്കുന്നില്ലെങ്കിൽ അവർക്ക് ലോകത്തോടും ലോകവസ്തുക്കളോടും ആസക്തിയായിരിക്കും, പാപത്തോടും പാപകാര്യങ്ങളോടും ആസക്തിയായിരിക്കും, ജഡത്തോടും ജഡിക കാര്യങ്ങളോടും അവർക്ക് അമിതമായിട്ടുള്ള ആസക്തിയായിരിക്കും. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ? നമ്മൾ കുമ്പസാരിക്കുന്നു, വീണ്ടും അതേ പാപത്തിൽ വീണുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പാപത്തിൻ്റെ കുറ്റം മാത്രം മാറ്റുന്നുള്ളൂ. പാപത്തിൻ്റെ കടമോ കറയോ മാറ്റാൻ നമ്മൾ നോക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്താൻ, നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാപക്കുറ്റം കുമ്പസാരത്തിലൂടെ മാറ്റിയാൽ മാത്രം പോരാ. മറിച്ച് ഇത് പരിഹാരത്തിലൂടെ, പ്രാശ്ചിത്തത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ എന്ത് ചെയ്തോണം? പ്രിയപ്പെട്ട മക്കളെ, ആത്മാവിൻ്റെ കറ കൂടി കടം കൂടി കളഞ്ഞാലാണ് സ്വർഗം നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിയുക. പരിശുദ്ധ ബൈബിളിലേക്ക് പോകാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആദം പാപം ചെയ്തു, ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദപിച്ചു, ദൈവം പാപക്ഷമ കൊടുത്തു. എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് രക്ഷ വാഗ്ദാനം ചെയ്യുന്ന കാണാൻ പറ്റും. പക്ഷേ വീണ്ടും 930 വർഷക്കാലം പ്രിയപ്പെട്ടവരെ ആദം പരിഹാരം ചെയ്യുക. ദിനവൃത്താന്ത പുസ്തകം 1-ാം പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ സാത്താന്റെ പ്രേരണ കൊണ്ട് ദാവീദ് രാജാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുക. പ്രിയപ്പെട്ടവരെ, പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാവുക, തെറ്റുപറ്റി അനുദപിക്കുക, ദൈവത്തോട് മാപ്പ് ചോദിക്കുക. ദൈവം ക്ഷമ കൊടുത്തു. പക്ഷേ ദാവീദിനോട് പറയുന്നുണ്ട് പരിഹാരം ചെയ്യണം. 3 ഓപ്ഷനാണ് കൊടുത്ത്. ഒന്ന്, 3 വർഷക്കാലത്തേക്ക് നിന്റെ ദേശത്ത് ക്ഷാമം, പട്ടിണിയായിരിക്കും.
അതല്ലെങ്കിൽ 3 മാസക്കാലത്തേക്ക് നിനക്ക് ശത്രുക്കളുടെ ആക്രമണവും നിന്റെ പലായനവും ഉണ്ടാവും. അതല്ലെങ്കിൽ 3 ദിവസത്തേക്ക് മഹാമാരി ഉണ്ടാകും. നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ടവരെ, ദാവീദ് 3 ദിവസത്തെ മഹാമാരി തിരഞ്ഞെടുത്തു. ദാവീദ് നോക്കി നിൽക്കുമ്പോൾ ഇതാ തൻ്റെ ജനം മരിച്ചു വീണുകൊണ്ടിരിക്കുക. ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ മുട്ടുകുത്തി ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്, ദൈവമേ, ഈ ജനത്തെ തൊടല്ലേ, ഈ ജനത്തെ ഇപ്രകാരം ചെയ്യല്ലേ, എന്നെയും എൻ്റെ പിതൃഭവനത്തെയും മാത്രമേ തൊടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു ദാവീദിനെ കാണാൻ പറ്റും. അതുകൊണ്ട് ജോൺ മരിയ വിയാനി പറയുന്നു, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് മരണത്തിൻ്റെ തൊട്ടു മുമ്പിൽ ഒന്ന് കുമ്പസാരിച്ചു എന്ന് ഓർത്ത് ആ വ്യക്തി അപ്പോൾ സ്വർഗം സ്വന്തമാക്കില്ല. ചിലപ്പോൾ അന്ത്യവിധി വരെ ഈശോയുടെ വരവ് വരെ ആ വ്യക്തി എവിടെ കിടക്കേണ്ടി വരും? ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും. ഇതിനെക്കുറിച്ച് വളരെ ബോധ്യമുള്ള വ്യക്തി അമ്മ ത്രേസ്യയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചയുണ്ട്. അമ്മ ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ ചെറിയ തെറ്റ് ചെയ്താൽ പോലും അപ്പം പോയി പരിഹാരം ചെയ്യും, ഏറ്റുപറയും, പരിഹാരം ചെയ്യും. ഇതായിരുന്നു അമ്മ ത്രേസ്യ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വിശുദ്ധ എന്ന പേര് സ്വന്തമാക്കിയ വ്യക്തിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ നേരിട്ട് കണ്ട വ്യക്തി, സ്വർഗം കണ്ട വ്യക്തി, ശുദ്ധീകരണ സ്ഥലം കണ്ട വ്യക്തി, അമ്മ മാതാവിനെ കണ്ട വ്യക്തി, വിശുദ്ധരെ കണ്ട വ്യക്തി. അങ്ങനെ ഈ ജീവിച്ചിരിക്കുമ്പോൾ ചെറിയ തെറ്റിന് പോലും പരിഹാരം ചെയ്ത് ഏറ്റവും ക്ലിയറായിട്ട് ജീവിക്കാൻ നിരന്തരം പരിശ്രമിച്ച വ്യക്തി അമ്മ ത്രേസ്യ. പക്ഷെ മരണക്കടക്കെ കിടക്കുവാണേ. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ചുറ്റും സിസ്റ്റേഴ്സ് വന്ന് നിപ്പുണ്ട്. അവിടെ ഈശോയെ കാണുന്നുണ്ട്, മാതാവിനെ കാണുന്നുണ്ട്. ഇവരൊക്കെ സന്ദർശിച്ച് പോയി കഴിഞ്ഞപ്പോൾ അമ്മ ത്രേസ്യ കിടന്ന് കരയാൻ തുടങ്ങുക. കൂടെയുള്ള സിസ്റ്റേഴ്സ് ചോദിച്ചു, എന്തേ അമ്മ കരയണേ? മരണത്തെ പേടിയാണോ? അമ്മ പറഞ്ഞു, മരണത്തെ പേടിയില്ല. വീണ്ടും ചോദിച്ചു, പിന്നെ എന്താ? പാപത്തെ ഓർത്താണോ? എല്ലാ പാപത്തിനും അമ്മ പരിഹാരം ചെയ്തതല്ലേ, പിന്നെ എന്തിനാ കരയണേ? അമ്മ പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജീവന്റെ ഗ്രന്ഥത്തിൽ എന്നെക്കുറിച്ച് ഇപ്പോഴും എഴുതപ്പെട്ടിരിക്കുന്ന പാപം എന്തൊക്കെയുണ്ടോ, ഞാൻ പരിഹാരം ചെയ്യാത്ത എന്തൊക്കെ പാപമുണ്ടോ, അതിനെന്തോരം നാൾ എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരുമോ? ഇതിനെ ഓർത്ത് എനിക്ക് ഭയം വരുവാ, ഇതിനെ ഓർത്ത് എനിക്ക് പേടി വരുവാ. പ്രിയപ്പെട്ട മക്കളെ, അത്രയും പരിഹാരം ചെയ്ത അമ്മ ത്രേസ്യയുടെ അവസാന സമയം പോലെ നോക്കിക്കേ. നമ്മുടെ ജീവൻ നോക്കിക്കേ മക്കളെ. ഒരു പരിഹാരമെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? ഒരു പ്രാച്യത്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ ഈ പാപത്തിൻ്റെ കറ മാറ്റാൻ, പാപത്തിൻ്റെ കടം മാറ്റാൻ നമ്മൾ എന്താ ചെയ്തേക്കണേ? വിശുദ്ധ പൗസ്തീന പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, എനിക്ക് സഹനം താ. എന്നിട്ട് ഈശോയോട് പറയും, ഇത് സഹിക്കാൻ കൃപതാ. അപ്പോൾ ഈശോ പറഞ്ഞു കൊടുത്ത കാര്യതാ, കുഞ്ഞെ, നീ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, നീ ഈ ലോകത്തിലെ ഒരാളുടെ പോലും സിമ്പതി പിടിച്ചു പറ്റാൻ, അല്ലെങ്കിൽ അവർ തരുന്ന ഒരു സമാധാനം പിടിച്ചു പറ്റാൻ നീ നോക്കിയേക്കരുത്. 2, എൻ്റെ ഇഷ്ടം മാത്രമേ നീ നിറവേറ്റാവൂ. 3, എപ്പോഴും നിനക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്നോണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തരുന്ന സഹനത്തെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ നിനക്ക് പറ്റും. അതിലൂടെ നിന്റെ പാപത്തിൻ്റെ കറ കളയാൻ നിനക്ക് പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ കറ കളയണ്ടേ? നമ്മുടെ ജീവിത പങ്കാളിയുടെ ആത്മാവിൻ്റെ കറ കളയണ്ടേ? നമ്മുടെ മക്കളുടെ ആത്മാവിൻ്റെ കറ കളയണ്ടേ? എങ്ങനെയാണ് കളയാൻ പറ്റുക? പരിഹാരം പ്രാശ്ചിത്തത്തിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മത്തിലൂടെ, പുണ്യപ്രവൃത്തിയിലൂടെ ഇവരെ ഇത് ഓരോന്നും ചെയ്ത് ചേർത്ത് വെച്ച്, ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വെച്ച്, ഈ പാപപരിഹാരത്തിനായിട്ട് ചേർത്ത് വെച്ച്, അതിലൂടെ ഈ ആത്മാക്കളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഈ ആത്മാക്കളെ വീണ്ടെടുക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിനെ കെട്ടഴിക്കാൻ പറ്റും. അതിലൂടെ നമ്മുടെ കുടുംബത്തിലെ ചില പാപാസക്തി, ജഡത്തിൻ്റെ അരൂപികളുടെ കെട്ട്, ഇതൊക്കെ തുടച്ചു മാറ്റാൻ പറ്റും. വ്യക്തികളിലുള്ള, സ്ഥലത്ത് വസിക്കുന്ന ഈ കെട്ടുകൾ അഴിഞ്ഞു മാറാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ കറ കളഞ്ഞ് ജീവിച്ച് വിശുദ്ധരായി തീരണമെന്ന് ഒന്ന് കൊതിക്കാൻ തുടങ്ങിക്കോ. നമ്മുടെ കുടുംബം ദൈവം അനുഗ്രഹിക്കും, നമ്മുടെ കുടുംബത്തെ ദൈവം ആശീർവദിക്കും. ഈ പരിശുദ്ധി ആരാധനയിൽ നമുക്ക് ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഉണർവോടെ നമുക്ക് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം മുഴുവനും കുഞ്ഞിക്കാര്യങ്ങളായാലും പാപത്തിൻ്റെ കറ കളയാൻ വേണ്ടി നിങ്ങൾ ആഴത്തിൽ പരിശ്രമിച്ചോ. ദൈവം നമ്മുടെ കുടുംബത്തെ ഏറ്റെടുക്കും. ഇപ്പോൾ ഈശോ എഴുന്നള്ളിച്ച് വെച്ച് നമ്മുടെ കുടുംബത്തിലെ എല്ലാ തിന്മയുടെ സ്വാധീനം വിട്ടുമാറാനായിട്ട് ബന്ധിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തെ ഒന്ന് വിട്ടുകൊടുത്തേ. കുടുംബാംഗങ്ങളെല്ലാം നിങ്ങളൊന്ന് സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ ഒഴുകണം. ഒന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ തലമുറയും കൂടി ഒന്ന് സമർപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മളോ നമ്മുടെ തലമുറയിലുള്ളവരോ കുടുംബത്തിലുള്ളവരോ ഏതെങ്കിലും രീതിയിലുള്ള ചില കാര്യത്തിൻ്റെ ഫലമായിട്ട് ദൈവശിക്ഷയും പാപശാപ ബന്ധനങ്ങളും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിപ്പോണം. അതിനുവേണ്ടി ഇത് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുക, വെല്ല കൊടുത്തൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എല്ലാ മേഖലയും നിങ്ങൾ സമർപ്പിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന നിയോഗങ്ങളെല്ലാം ഈശോയിലേക്കൊന്ന് ചേർത്ത് വയ്ക്കുക. ഈശോ വരും മക്കളെ, കൊതിച്ചാൽ മതി, ഇടപെടും, തകർന്നു പോകരുത് കേട്ടോ. ഈശോയുടെ പീഡാസഹനം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലാണ്, വലിയ രക്ഷയാണ്. ദൈവത്തിൻ്റെ കരുണ ഭയങ്കരമായിട്ട് ഒഴുകും. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ പൂങ്കാവനത്തിൽ അനുഭവിച്ച മഹാദുഃഖങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ വരണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കൽത്തൂണിൽ കെട്ടപ്പെട്ട് കയ്യേറ്റ 6000-ൽ പരം അടികളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് എന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ 72 മുള്ളുകളാൽ ഉണ്ടാക്കപ്പെട്ട നിഷ്ഠൂരമായ മുൾമുടി വഴിയായി തിരുശിരസിൽ അനുഭവിച്ച സങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. അനാഥപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള ഭാരമുള്ള കുരിശ് ചുമന്നു കൊണ്ടുപോകുമ്പോൾ അനുഭവിച്ച മർദ്ദനമുറകളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. അനാദിപിതാവായ ദൈവമേ, തിരുക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് 3 മണിക്കൂർ നേരം അനുഭവിച്ച ദുഃഖസങ്കടങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കയിൽ അനുഭവിച്ച കഠോര വേദനകളെ നിരൂപിക്കാതെ തന്നെ പാടുപെടുത്തുന്നവരുടെ പാപങ്ങൾ പൊറുപ്പാനായി അങ്ങയോട് പ്രാർത്ഥിച്ചുവല്ലോ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും
പാപശാപ ബന്ധനങ്ങൾ നീക്കിക്കളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുകയിൽ തൻ്റെ ശിഷ്യനായ യോഹന്നാനെ തൻ്റെ മാതാവിന് മകനാകിട്ട് കൈയേൽപ്പിച്ചിരിക്കുന്നതിനെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും പിരിയുന്ന നേരത്ത് സർവാംഗങ്ങളിലും അദ്ദേഹം അനുഭവിച്ച നിരൂപണത്തിലടങ്ങാത്ത ദുഃഖ സങ്കടങ്ങളെ തക്കൻ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങൾ നീക്കിക്കളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. അനാദിപിതാവായ ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ മരിച്ചതിന് ശേഷം തൻ്റെ തിരുഹൃദയത്തിൽ ശേഷിച്ചിരുന്ന രക്തത്തുള്ളികളെയും ഞങ്ങളെ പ്രതി ചിന്തി തൻ്റെ അളവില്ലാത്ത സ്നേഹത്തെ കാണിപ്പാൻ ഒരു കുന്തം കൊണ്ട് തൻ്റെ ഹൃദയം കുത്തപ്പെടുവാൻ തിരുമനസ്സായല്ലോ. അവിടുന്ന് അനുഭവിച്ച ആ നിഷ്ഠൂരമായ മുറിവിനെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ദുരാഗ്രഹങ്ങളൊക്കെയും നീക്കി പുണ്യാഗ്രഹങ്ങൾ അവയിൽ ഉണ്ടാകുവാൻ ഇടവരുത്തി ഇതുവരെയും ചെയ്ത സകല പാപങ്ങളെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളും നീക്കിക്കളയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തെയും തിരുവചനത്താൽ സൃഷ്ടിച്ചു വാഴുന്ന സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ ഏകപുത്രനായ ഈശോയെ, ഞങ്ങളുടെ ആദിപിതാവ് ചെയ്ത പാപത്താൽ അയാളും അയാളുടെ സന്തതികളും നിത്യമരണത്തിനും സകലവിധ ഉപദ്രവങ്ങൾക്കും യോഗ്യരായി തീർന്നു. ആകയാൽ ഞങ്ങളുടെ മേലും അയാളുടെ സന്തതികളായ സകല മനുഷ്യരുടെ മേലും ആ മനസ്സലിഞ്ഞ് ആ പാപത്തിന് ശരിയായി പരിഹാരം ചെയ്ത് ഞങ്ങളെ മരണത്തിൽ നിന്നും സകലവിധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിപ്പാനായി മനുഷ്യാവതാരം ചെയ്ത് പലവിധമുള്ള പാടുപീടകളും കുരിശുമരണവും തൻ്റെ തിരുശരീരത്തിൽ അനുഭവിച്ചുകൊണ്ട് അടിയങ്ങളായ ഞങ്ങളെ അങ്ങേ പിതാവിൻ്റെ ഇഷ്ടമുള്ള മക്കളാക്കി തീർത്തുവല്ലോ. അങ്ങ് ചെയ്ത ഈ അറുതിയില്ലാത്ത ഉപകാരത്തെ ഞങ്ങൾ ഓർക്കാതെ അങ്ങേയും അങ്ങേ പിതാവിനെയും ഞങ്ങളുടെ പാപങ്ങളാൽ വീണ്ടും ദ്രോഹിപ്പാൻ ഇടയായിപ്പോയി. ഞങ്ങളുടെ മേൽ അലിവ് തോന്നി ഞങ്ങളുടെ പാപങ്ങളാൽ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ശരീര ശിക്ഷകളും കഷ്ടതകളും നീങ്ങുവാൻ അങ്ങ് അനുഭവിച്ച സമസ്ത പീഡകളെയും ഞങ്ങളുടെ മനസ്താപത്തെയും അങ്ങേ പിതാവിന് കാഴ്ചവെച്ച് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ ശിക്ഷകളും പാപശാപ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. വിശേഷിച്ചിപ്പോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഏതാണോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കഷ്ടത നിയോഗം ഒന്ന് സമർപ്പിക്കരുത്. എല്ലാ ക്ലേശങ്ങളെയും വിലക്കി അങ്ങേ കൃപയാൽ ഞങ്ങൾക്ക് സമാധാനം തന്നിരളണമേ. ആമേൻ. പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ ജീവദായകമായ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വിശുദ്ധീകരിക്കുകയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. പാപശാപ ബന്ധനത്തിൽ നിന്നും മോചനം നൽകിയ ദിവികാരുണീശോയ്ക്ക് ഒരു നിമിഷം നന്ദി അർപ്പിക്കാം. നന്ദി അപ്പാ, നന്ദി അപ്പാ, നന്ദി അപ്പാ. ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, ദിവികാരുണ്യത്തിൻ്റെ വലിയ അഭിഷേകം നാം എല്ലാവരുടെയും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നമുക്ക് മുട്ടുകുത്തി നന്നായിട്ട് ജപമാലയിൽ പങ്കുചേർന്ന് കുടുംബ വിശുദ്ധീകരണം, കുടുംബത്തിൻ്റെ കെട്ടഴിക്കാൻ, ദൈവാനുഗ്രഹം ഇറങ്ങാൻ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരെയും അമ്മ വഴി അനുഗ്രഹിക്കട്ടെ. ആമേൻ.